എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു ഉൾഗ്രാമത്തിലെ ഒരു ചർച്ചിൻ്റെ അതിൻ്റെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ വന്ന വേറൊന്നും കൊണ്ടല്ല, ഒരു വണ്ടി എവിടുന്നോ ഇരച്ചു തൂക്കി വരുന്നുണ്ട്. ആ വണ്ടിയും അതിനകത്ത് 3-4 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹർദ്ദമായ സ്വാഗതം. എന്റെ വിന്നിച്ച ഇത് നിങ്ങളാണ് ഇവിടെ ചെന്നാൽ വണ്ടിയുടെ പുറത്ത് നിങ്ങളാണല്ലേ? ആനപ്പുറത്ത് കയറുകയെന്ന് കേട്ടിട്ടുള്ളൂ. ഇതാണ് ആനപ്പുറം. അതിന്റെ അല്ലേ പേടിച്ചുവല്ലോ. അകത്തൊന്ന് സാധനമൊക്കെ കയറി പോകും. വിട്ടുക്ക സാധനം. ഇതാണ് ആനപ്പുറത്ത് കയറി വണ്ടി ഓടിക്കുന്ന ഇപ്പളാ. ആണല്ലേ? മറ്റേതൊന്നുമല്ല, ഇതാണ് സാധനം. ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ ആനപ്പുറത്ത് ഇരിക്കുന്നു. നമ്മുടെ പാലക്കാരൻ ടോണിക്കുട്ടന്റെ വണ്ടിയാണ്. പാലക്കാരൻ ടോണിക്കുട്ടൻ. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. എല്ലാരെയും നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. സോനിഷേ, ഇത് വണ്ടി നിങ്ങളെടുത്താണോ? അല്ലല്ല, പാലക്കാരൻ ടോണിക്കുട്ടൻ ആണല്ലേ? നമുക്ക് ടോണിക്കുട്ടന്മാരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? അപ്പൊ സോനിഷേ, നിങ്ങളെ ഈ വണ്ടി ഓടിച്ചോണ്ടപ്പോ ഞാൻ നിങ്ങൾ ഇനി നിങ്ങൾക്ക് വണ്ടി കച്ചവടമാണല്ലോ, പുതിയ പുതിയ വണ്ടികൾ ഇവിടെ എടുക്കുക. അപ്പൊ ഞാൻ ഇത് വഴി കൂടെ പോകുന്ന കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാ ഇത്ത കയറുന്നു ഓടിക്കുന്നു. ഞാനും വഴി കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഡോഡ്ജ് റാം അല്ലേ? ഡോഡ്ജിന്റെ അല്ലേ കമ്പനി. സാധനം തന്നെ. അപ്പൊ നമ്മളോട് ചെറിയൊരു ബന്ധമുണ്ട്. പക്ഷെ ഇതിന്റെ അത്ര ഒന്നും ഇല്ല. എങ്കിലും റാം അടിപൊളി വണ്ടിയാണ്. അവനെ കെട്ടപ്പ് കാണുമ്പോഴത്തേക്ക് സോനിഷ് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തേക്ക് പെട്ടെന്ന് പറഞ്ഞു. ഇത് പാലക്കാരൻ ടോണിക്കുട്ടൻ, ഇത് നമ്മുടെ ക്ലിന്റ്, ഇത് നമ്മുടെ ജിരീഷ്, വിജേഷ്, ഇവരെല്ലാരും അടിവാരം. ഞങ്ങളെല്ലാം ന്യൂകാസിൽ നിന്ന് വരുന്നത്. ന്യൂകാസിൽ നമ്മളെ കാണാനായിട്ടല്ലേ? ന്യൂ ഇയർ ആയിട്ട് എന്നാ പരിപാടി? ഞാൻ ചുമ്മാ ഇരിക്കുവാന്ന്. ഇന്നലെ വിളിച്ചു ചോദിച്ചു എന്താ പരിപാടി ന്യൂ ഇയർ ആയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്നാ പോയേക്കാം, നമുക്ക് അവന്റെ അടുത്തിരുന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ ചാടിക്കയറി വിട്ടു പോകുന്ന ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പടക്കം പൊട്ടുന്ന പോലെ 6 മണിയായപ്പോ തറയില് കണ്ടിന്യൂസ് ഡ്രൈവ്. ന്യൂകാസിന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്? 12 മണിക്കൂർ അല്ലേ? 10 മണിക്കൂർ. 10 മണിക്കൂർ. പിന്നെ നമ്മൾ ആണുങ്ങൾ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അരിച്ചു കിട്ടിങ്ങി വരാം. അല്ലെ ഇടയ്ക്ക് നിർത്തുവൊന്നും വേണ്ട അല്ലേ? 2 പ്രാവശ്യം ഫ്യൂൽ ചെയ്യേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അത് നമുക്ക് കൂടുതൽ വിശദമാണ്. ഇപ്പൊ ഈ വണ്ടി ആരുടെയാണ്? ടോണിയുടെ. എന്റെ അല്ല, എന്റെ അളിയൻ സാൻസ് മാത്യു എന്ന് പറഞ്ഞ അവന് കൊല്ലപ്പള്ളിക്കാരനാണ്. അവൻ നാട്ടിൽ പോയേക്ക് ഹോളിഡേക്ക്. അവൻ നാട്ടിൽ നമുക്കും ഉണ്ട് അളിയന്മാര്. പ്രയോജനമൊന്നുമില്ലല്ലോ. അവൻ അറിഞ്ഞിട്ടില്ല വണ്ടി എടുത്തിട്ട് വന്നത്. അതെ, നമ്മുടെ വിക്ടോറിയ എല്ലാം അവിടെ എഴുതി വെച്ചു. ന്യൂ സൗത്ത് NSWന്റെ പേരോടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ നമ്പറിന്റെ പ്രത്യേകത ഫിലിം FLM. ചുമ്മാ ജസ്റ്റ് നമ്പർ എന്നല്ലോ. ഓക്കെ ഓക്കെ, അത് പ്രത്യേകിച്ച് അങ്ങനെ ഫാൻസി നമ്പർ ഒന്നല്ല. അപ്പൊ ഈ വണ്ടിയെ കുറിച്ച് നിങ്ങൾ ആരാണ് വണ്ടി എക്സ്പ്ലെയിൻ ചെയ്തത്? കാരണം നമ്മൾ വണ്ടി റിവ്യൂക്കാരല്ലെന്ന് പറഞ്ഞാലും അല്ല, ഇത് റാം ഇത് 1500 എന്ന് പറയും. അതായത് അതിന്റെ ഒരു മെയിൻ ഇത് 3 ടൈപ്പ് എഞ്ചിൻ ഉണ്ട് ഇതിന്റെ. ഇത് സെമി V8 എന്ന് പറയും. സെമി V8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് V8 എഞ്ചിനാണ്. അതിന്റെ അത് മൈൽഡ് ഹൈബ്രിഡ്. അതായത് അതൊക്കെ ഇതിൽ വർക്ക് ആണോന്ന് അറിയത്തില്ല. കാരണം 5 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുള്ളൂ. മൈൽഡ് ഹൈബ്രിഡ് എന്നാ പറഞ്ഞത്. പക്ഷെ അത് 5.7 ലിറ്റർ എഞ്ചിൻ. അതായത് ഒരു ലാൻഡ് ക്രൂയിസർ ഇപ്പം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4.5 ലിറ്ററിന്റെ എഞ്ചിനാണ്. ഇത് 5.7 ലിറ്റർ V8 എഞ്ചിനാണ് ഇതിനകത്തുള്ളത്. അത് അതിനുള്ള പവറും ടോർക്കും എല്ലാം ഉണ്ട് ഇതിന്. പിന്നെ പറഞ്ഞ പോലെ അത് എടുത്തപ്പം അളിയൻ അതിൻ്റെ അകത്ത് ഒരു സൈലൻസിനോട് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. അതാണ് ആ സൗണ്ട് വരുന്നത്. നല്ല കിടകിടാന്ന സൗണ്ട്. അവനത് പിന്നെ ഈ പുള്ളി മുമ്പേ ഇവിടെ വന്നപ്പോഴത്തേക്ക് വണ്ടി മൂവ് ചെയ്യുന്നില്ല. വണ്ടി മുമ്പേ നിങ്ങൾ ഓടിക്കാമല്ലോ, വണ്ടി ഇട്ട് നടക്കുന്നില്ല. അത് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി നമ്മുടെ ജീപ്പയിലൊക്കെ കിടന്ന് കളിക്കുന്ന കളി ഇവിടെ നടക്കുകയില്ല. സേഫ്റ്റി ഒരു ഫസ്റ്റ് പ്രിഫറൻസ്. അതായത് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി നമുക്ക് ഗിയറിൽ പോലും ഇടാൻ പറ്റത്തില്ല. ഇല്ലല്ലേ? അതായത് സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആണ്. പക്ഷെ ബാക്കിയുള്ള വണ്ടിക്കൊക്കെ ഇടാം സീറ്റ് ബെൽറ്റ്. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പൊറോട്ട ഇറക്കാൻ നോക്കിയത് അത് സമ്മതിക്കില്ല. സീറ്റ് ബെൽറ്റ് ഭയങ്കര സേഫ്റ്റിയാണ് ഡ്രൈവർ. പിന്നെ ഈ വണ്ടിയുടെ വേറെ എന്താണ് പ്രത്യേകത? സംഭവം ഇതിന്റെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സ്മോളൊക്കെ അടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു റാം ബോക്സ് ഉണ്ട്. അതൊന്ന് കാണട്ടെ. റാം ബോക്സ് ഈ സൈഡാണോ? ഓക്കെ ഓക്കെ. അതിനകത്ത് വണ്ടിക്ക് ഒത്തിരി മേജറായിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഫീച്ചേഴ്സും വണ്ടിയുടെ എഞ്ചിൻ സൈസും കാര്യങ്ങളും എല്ലാം ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് റാം ബോക്സ്. ഇവിടെയാണ് നമ്മൾ ഐസ് ഇടുന്നതും
ബിയർ വെക്കുന്നതും ഗ്ലാസ് സൂക്ഷിക്കുന്നതും എല്ലാം ഇതിനകത്ത് ഇതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിനെ റാം ബോക്സ് എന്ന് പറയുന്നത്. റാം ബോക്സ് അപ്പുറത്തെ സൈഡിലുണ്ട്, അപ്പുറത്തെ രണ്ട് സൈഡിലും എന്ത് വേണേലും നമുക്ക് സെറ്റപ്പ് ആക്കി കൊണ്ടുവരാം, ആർക്ക് ശല്യമില്ലാതെ. ഇല്ല ഇത് നല്ല ഹൈ ക്ലിയറൻസ് ആണ്. ഇത് വണ്ടി നമുക്ക് പൊക്കവും താത്തവും എല്ലാം ചെയ്യാം. നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് നമുക്ക് സ്പീഡിൽ പോകാണെങ്കിൽ ഹൈവേ കൂടെ സ്പീഡിൽ പോകാനാണെങ്കിൽ ലോ ക്ലിയറൻസിൽ ഇട്ട് ഓടിക്കാം. പിന്നെ വണ്ടി നമുക്ക് പൊക്കി ഇതിപ്പം ഫസ്റ്റ് ലെവലിൽ പൊങ്ങി നിൽക്കുന്നത് ഇതൊരു 2 ലെവലും കൂടെ മുകളിലോട്ട് പൊങ്ങും. ഇത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് തുറക്കുമ്പോൾ ഇത് അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തുറന്നു കഴിയുമ്പോൾ സ്റ്റെപ്പ് നമുക്ക് ഇച്ചിരി പൊക്കമില്ലാത്ത ആൾക്കാരെങ്കിലും പിള്ളേർക്കാണെങ്കിലും അല്ലെ കയറി പെട്ടെന്ന് അകത്തോട്ട് കയറി ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ വലിഞ്ഞു കയറണ്ടേ. അങ്ങനെ കാര്യങ്ങളുണ്ട്. അത് അടച്ചു കഴിയുമ്പോൾ ആ സാധനം അകത്തോട്ട് അടച്ചു കഴിയുമ്പോഴത്തേനും അത് തിരിച്ച് അത് കയറിക്കോളൂ. കണ്ടോ അടഞ്ഞു കഴിയുമ്പോൾ വണ്ടിക്ക് നമുക്ക് നോക്കണ്ട എഞ്ചിൻ വര ഈ വണ്ടിയുടെ എഞ്ചിൻ വര തുറന്നില്ല. പിന്നെ ഏത് വണ്ടിയുടെ എഞ്ചിൻ വര തുറക്കുന്നത്? വണ്ടിയുടെ എഞ്ചിൻ വരയാണ് നമുക്ക് കാണേണ്ടത്. ഈ വണ്ടി ഇതൊക്കെ പറഞ്ഞാൽ 2024 അല്ലേ? 2024 കഴിഞ്ഞ വർഷം പുതിയ വണ്ടി തന്നെയാണ്. പുതിയ വണ്ടി. എത്ര ഓടി ഇപ്പൊ ടോട്ടല്? ഇപ്പൊ എത്ര ഓടിയാണ്? 22,000. കാരണം വണ്ടി എനിക്ക് വന്നപ്പോഴത്തേക്ക് ഒരു പ്രത്യേക അല്ലെ, ഒരു അനക്കവും ഇല്ല ഈ പറഞ്ഞ കണക്കെ. ഇല്ല ഇത് വണ്ടി സ്പീഡ് കയറുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിന്റെ റിജിഡ് ഫീലിംഗ്സ് നമുക്കുണ്ട്. അതായത് അത് V8 എഞ്ചിനും 5.7 ലിറ്റർ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ട്രക്ക് ഓടിക്കുന്ന റിയൽ ഫീൽ ആകും വണ്ടി ഓടിക്കുന്നത്. പിന്നെ അതിനകത്ത് സൈലൻസോടെ കേട്ടേക്കുന്നുണ്ട്. ആ സൗണ്ടും കൂടെ കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഓടിച്ചു പോകും. സംഭവം പൊളി കേട്ടോ, ഒന്നും പറയാനില്ല. കാരണം ഈ പറഞ്ഞ കണക്ക് നമ്മളെല്ലാം പല വണ്ടികളൊക്കെ നമ്മൾ വലിയ വണ്ടിയുടെ എക്സ്പെർട്ട് അല്ലെന്ന് പറഞ്ഞാലും ഈ വണ്ടിയെ കയറി ഇരുന്നപ്പം തന്നെ എല്ലാ സംശയം ഒരു ഭയങ്കര പ്രത്യേകതയാണ്. കാരണം ഇന്റർനെറ്റിലെ അതായത് ഇത് ബേസിക്കലി ഈ റാം എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ ഈ ഫോർഡ് 150 അളിയൻ കാനഡയല്ല, അവനൊരു ഫോർഡ് 150 ആയിരുന്നു. അവിടെ കാനഡയിൽ മോസ്റ്റ് പോപ്പുലർ ഫോർഡ് 150. അത് ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഫാം ഓണേഴ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. അതും ഈ സെയിം കാറ്റഗറി വെഹിക്കിളാണ്. ഈ ഫോർഡ് 150 റാം 1500 എന്ന് പറയുന്ന സെയിം കാറ്റഗറി വെഹിക്കിളാണ്. പക്ഷേ അത് മേജർലി യൂസ് ചെയ്യുന്നത് ഈ ഫാം യൂസിനും കാര്യങ്ങളൊക്കെ. അതൊരു ലക്ഷറിയസ് ടൈപ്പല്ല. പക്ഷേ റാമിലോട്ട് വരുമ്പോഴത്തേനും ഇത് ലക്ഷറിയസ് കാറ്റഗറിയിലോട്ട് പോകും. അതിൻ്റെ ഇന്റേണൽ ഫീച്ചേഴ്സ് ആയിട്ടും എല്ലാ കാര്യങ്ങളും ബാക്കി ഇതിന് എല്ലാ കാര്യങ്ങളും ഇതൊരു ലക്ഷറിയസ് ടൈപ്പ് വണ്ടി. അതായത് ജനറലി ഫാം യൂസിന് ഉപയോഗിക്കുന്ന വണ്ടിയല്ല. പക്ഷേ സെയിം കാറ്റഗറി വെഹിക്കിൾ തന്നെയാണ് ഫോർഡ് ഇതുമായിട്ട്. ഫോർഡ് 150 അമേരിക്കൻ വണ്ടി. പിന്നെ ഈ പറഞ്ഞ 5 ലിറ്റർ കിട്ടുള്ളൂ. 5 ലിറ്റർ 5 കിലോമീറ്റർ അതേ ഉള്ളതെന്ന് തോന്നുന്നു. കാരണം ഇവിടെ വന്ന് 2 പ്രാവശ്യം ഫ്യൂൽ ചെയ്യേണ്ടി. പിന്നെ ഇതിന്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കിടുക്കൻ അല്ലേ? ഇത് ലക്ഷറിയസ് കാറ്റഗറി വെഹിക്കിൾ ആയത്. അതായത് ഇതൊരു നമ്മൾ ട്രക്ക് യൂസ് എന്ന് പറയുന്ന ഒരു ഫാമിലിയായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി. അതായത് ലക്ഷറി വണ്ടിയാണ്. ഈ വണ്ടി ലിമിറ്റഡ് എഡിഷൻ അല്ലേ? ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇത് റാമിന്റെ 1500 ലിമിറ്റഡ് എഡിഷൻ വെഹിക്കിൾ ആണ്. അതിനാണ് ഈ റാം ബോക്സ് ഒക്കെ പുറകിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ റാം ബോക്സും. അതെ, റാം ബോക്സ് അവനത് എടുക്കാനുള്ള കാരണം അത് റാം ബോക്സ് അതും കൂടെ നോക്കിയിട്ട് അവനത് എടുത്തത്. കാരണം ഇത് ലിമിറ്റഡ് എഡിഷൻ ഇച്ചിരി സ്ലൈറ്റ്ലി വില കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ നല്ല ഡിസ്പ്ലേ ഉണ്ട് അല്ലേ? പുതിയ ഇവിടെ മ്യൂസിക് സിസ്റ്റം, കിടക്കും മ്യൂസിക് സിസ്റ്റം. പിന്നെ ഇവിടെ വലിയൊരു സംഭവം ഉണ്ട് അല്ലേ? ഇത് നമുക്ക് തുറക്കാൻ പറ്റും. വലിയ ബോക്സും കാര്യങ്ങളും എല്ലാം സ്റ്റോറേജ് ഇഷ്ടം പോലെ സ്റ്റോറേജ് ഉണ്ട്. ഭയങ്കര കിടക്കനായിട്ട് വെക്കാനുള്ള പറ്റിയ സംഭവം സ്റ്റോറേജ് ഇവിടെ എല്ലാം ഉണ്ട്. ഇതിന്റെ ചില വണ്ടികൾക്ക് എനിക്കൊന്ന് ഇതിന്റെ അടുത്ത വണ്ടിക്ക് തോന്നുന്നു ഈ സാധനം നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് നോർത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 3 സീറ്റ് ആവും. ഇത് 5 സീറ്റ് വെഹിക്കിൾ ആണ്. അതിന് നടുക്ക് ഈ സാധനം വരുന്നത് ഭയങ്കര ഇതാണല്ലോ. സൺറൂഫ് വലുതാണല്ലോ. സൺറൂഫ് വലുത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സൺറൂഫ് കിടക്കൻ. അത് ഫുള്ളി പനോരമിക അങ്ങ് വരെ പോകും. അടിപൊളി. സൺറൂഫ് കൊള്ളാം, അടിപൊളിയാണ്. സ്പേഷ്യസ് ആണ്, ഭയങ്കര സ്പേഷ്യസ്. 2-3 പേര് കിടക്കാമല്ലോ. ഈ പറഞ്ഞോണ്ടല്ലോ നമ്മൾ ഈ ഇതിനൊക്കെ പോകുമ്പോഴത്തേക്ക് ക്യാമ്പിങ്ങിന് പോകുമ്പോൾ സുഖമായിട്ട് ബെഡ് വിരിച്ചാൽ സുഖമായിട്ട് കിടക്കാം. ഒരാൾക്ക് ബെഡിട്ട് കിടക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നും അടിക്കില്ല ഈ സാധനം. പൊടി എന്നാലും പൊടി അടിക്കല് ബീഡിങ്ങെല്ലാം ഉണ്ട്. എന്നാലും പൊടി ചെറുതായിട്ട് കയറും. പക്ഷെ നനയല്ല. അല്ല, ഞാൻ പറയുന്നില്ല, ഇത് നിവർത്തിട്ട് കഴിഞ്ഞാൽ ക്യാമ്പിങ്ങിന് പുറത്തുനിന്ന് ട്രക്ക് ഓടുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ഇങ്ങനെ ഒരു സെക്ഷൻ വീഴേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ചിലപ്പം നമ്മൾ ഓഫ് റോഡ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ പൊടി അതിനകത്തൊരു സക്ക് പിന്നെ നല്ല കിടക്കുക. ആ ഗ്ലാസും തുറക്കാൻ തന്നു പുറകിൽ. ചുരുക്കി പറഞ്ഞോണ്ടല്ലോ, ഇപ്പൊ മരത്തെ കയറും. അതാണ് സംഭവം. നിങ്ങളാണ് പുറത്ത് കയറിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളെ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടോ? കാരണം പുള്ളിയുടെ വില ഒന്നും ചോദിച്ചില്ല, നമുക്ക് വില ഒന്നും ചോദിച്ചോ. എന്റെ വീട് വിറ്റാ കിട്ടിയാലും എത്ര അതിന്റെ വില? 170 അത് ടോപ്പ് അത് സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട്
എല്ലാ സംഭവം ഉണ്ട്, 4 വീലാണ് അല്ലെ, കിടക്കുന്ന ഒരു വണ്ടി. സോനീഷ് എന്തെങ്കിലും ഇത് വേറെ ഓൾട്രേഷനും ഇല്ല ഇത് വണ്ടിയല്ല. ആകെ ഓൾട്രേഷൻ ചെയ്തേക്കുന്നത് അളിയൻ ആകെ ചെയ്തേക്കുന്ന അവസ്ഥയിൽ ഒരു സൈലൻസർ കയറ്റിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ ഓൾട്രേഷൻ. അത്രേ ഉള്ളൂ അല്ലേ? ആ നമുക്ക് പുതിയ വേണം നിർബന്ധമില്ലല്ലോ, നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ. ഞങ്ങള് സോനീഷിനും ബെന്നിച്ചിനും ഒക്കെ നമ്മള് ന്യൂകാസിൽ ഞങ്ങൾ മലയാളി സലാഡോട് കൂടി ഒരു ബോട്ട് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബോട്ട് ലോഞ്ച് ചെയ്യുന്ന ദിവസം അടുത്ത 15th വരും. അത് 2 ബോട്ടും ഒരു ബോട്ടും 2 ജെറ്റ് സ്കി ആയിട്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇനാഗ്രേഷൻ സെറിമണിക്ക് എല്ലാം കൂടെ സോനീഷും ബെന്നിച്ചിനും ഉദ്ഘാടനത്തിന് എല്ലാം കൂടെ നിങ്ങൾ എല്ലാവരും കൂടെ പോരെ. ഞങ്ങള് ഉദ്ഘാടനത്തിന് വരാൻ പോയി നമ്മൾ വന്നിരിക്കും. അതെ ഞങ്ങൾ വരും, സെറ്റപ്പ് വന്നിരിക്കും. അപ്പൊ നമുക്ക് സാൻഡ്യൂൺസ് ഇതിന്റെ ഇത് നമുക്ക് സാൻഡ്യൂൺസ് ഡ്രൈവ് അവിടെ ശ്രീനാഥ് സെറ്റ് ചെയ്തോളൂ. അവനോട് പറഞ്ഞ് പുള്ളിക്ക് അവിടെ ഒരു ക്ലബ് 9 എന്ന് പറഞ്ഞിട്ടൊരു 4 വീൽ ഡ്രൈവ് ക്ലബ് ഉണ്ട് അവിടെ ന്യൂകാസിലിൽ. അവര് അത് പരിപാടി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വണ്ടി പരിചയപ്പെടാനും ഓടിക്കാനും എല്ലാം സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ സോനീഷ് നമുക്ക് അടുത്ത് തന്നെ ന്യൂകാസിൽ അല്ലേ? ഓക്കെ, പറയുന്നുള്ളൂ അവിടെ ചെല്ലുമ്പോ. നമ്മൾ വീഡിയോ എടുക്കുന്നത് 2026 അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആശംസകളും 26 വെച്ചടി കയറട്ടെ എന്നും അല്ലേ, പുതിയ വണ്ടികൾ എടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വണ്ടി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇവരെ പരിചയപ്പെടാനും എല്ലാം സാധിച്ചത് വളരെ സന്തോഷം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.